ഈ പറഞ്ഞതും പ്രചരിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യം തീർത്തും അവാസ്തവമാണ്. അതായത് ആശ്രമത്തിലുള്ള ESI ആശുപത്രിയെ മെഡിക്കൽ കോളേജ് ആക്കണം എന്നുള്ള ഒരു ആവശ്യം നമുക്ക് ജനുവരി മാസത്തിലാണ് ഇതിന്റെ ഒരു അപേക്ഷ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ എത്തിയിട്ടുള്ളത്. ഈ ഒരു കാര്യം സംസ്ഥാന സർക്കാർ റിജക്ട് ചെയ്തിട്ടില്ല. എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകില്ല എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടില്ല. പകരം അവിടെ നാഷണൽ മെഡിക്കൽ കമ്മീഷനും അതോടൊപ്പം തന്നെ വിവിധ കോടതി വിധികളിലൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ മാനദണ്ഡം അനുസരിച്ചിട്ടാണ്. അപ്പൊ അതിനുള്ള മിനിമം കാര്യം ഉറപ്പാക്കണം. അതിനു വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട്, ആ ന്യൂനതകൾ പരിഹരിച്ച് അതിലൊരു റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വാസ്തവത്തിൽ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം മിനിമം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയെന്ന് റിപ്പോർട്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് പരിശോധന നടത്തി അനുമതി നൽകുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. മിനിമം അടിസ്ഥാന സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നല്ല പറഞ്ഞത്. ഇത് ന്യൂനതകൾ പരിഹരിച്ച് ആ റിപ്പോർട്ട് ലഭ്യമാക്കി അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ഇതിന്റെ ഒരു നാൾവഴി പരിശോധിച്ചാൽ വാസ്തവത്തിൽ 7/1/2026 ഈ അപേക്ഷ ഇമെയിൽ വഴി അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ എത്തിയത്. 9/1/2026 ഫയൽ പുട്ടപ്പ് ചെയ്തിട്ടുണ്ട്. 11 അതായത് ഈ ജനുവരി മാസത്തിൽ 11/1/2026 ഈ നടപടിക്രമം പാലിച്ച് പരിശോധന നടത്തുന്നതിന് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 19/1/2026 DMEയുടെ ഇൻസ്പെക്ഷൻ നടത്തി. അപ്പൊ ഈ ഇൻസ്പെക്ഷന്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ പിന്നീട് ഇത് ഫയൽ ഗവൺമെന്റിലേക്ക് വരുന്നത്. അത് അഡീഷണൽ ചീഫ് സെക്രട്ടറി വഴി എനിക്ക് ഫയൽ വരും. ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ മാനദണ്ഡം അനുസരിച്ച് അവിടെ ഇത്ര ഭൂമി വേണം, അക്കാഡമിക് ബ്ലോക്ക്, ക്ലാസ് മുറികൾ, ലാബുകൾ, ലൈബ്രറി, ക്ലിനിക്കൽ മെറ്റീരിയൽ, ഇങ്ങനെ ഓരോന്നും പറയുന്നുണ്ട്. എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവത്തിൽ സർട്ടിഫൈ ചെയ്യുന്നത്. അത് നമ്മൾ നിശ്ചയിച്ച ഒരു മാനദണ്ഡമല്ല, കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ മാനദണ്ഡമാണ്. ആ മാനദണ്ഡം പാലിച്ചാൽ മാത്രമേ, അപ്പൊ ചിലർ ചോദിക്കുന്നുണ്ട് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ആ മാനദണ്ഡം പാലിക്കണോ? എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ആ മാനദണ്ഡം പാലിക്കണമെന്ന് പറയുന്നത് നാഷണൽ മെഡിക്കൽ കമ്മീഷനാണ്. ഇപ്പൊ 2026 ക്ലാസ് തുടങ്ങുന്നതിനാണ് അപേക്ഷ ജനുവരി കിട്ടിയത്. എന്നിരുന്നാലും ഒരു സ്ഥാപനമാണല്ലോ, സെപ്റ്റംബറിലായിരുന്നു അപേക്ഷ നൽകേണ്ടിയിരുന്നത്. കഴിഞ്ഞ 2025 സെപ്റ്റംബറിന് മുൻപ് അപേക്ഷ നൽകണമായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഒരു സ്ഥാപനം പുതുതായിട്ട് വരാൻ പോകുന്നതല്ലേ എന്നുള്ളത് കൊണ്ടാണ് ജനുവരി മാസം 7 ലഭിച്ച അപേക്ഷ നമ്മൾ പരിഗണിച്ചത്. DME നിയോഗിച്ച ഉദ്യോഗസ്ഥരാണ് അവിടെ പോയി പരിശോധന നടത്തിയത്. അവർ പറഞ്ഞതിൽ അവരുടെ റിപ്പോർട്ടിൽ അവിടെ ഈ പറഞ്ഞ NMC പറഞ്ഞ മാനദണ്ഡങ്ങൾ, അവിടെ ഒരു ആശുപത്രിയുണ്ട്, പക്ഷെ അവിടെ ഒരു അവിടുത്തെ ഓഫീസ് അക്കാഡമിക് ബ്ലോക്ക് ആക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റ് സൗകര്യങ്ങൾ ഭൂമി മുതൽ മറ്റൊരു കാര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് ഡോക്ടേഴ്സ് അവര് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഇപ്പൊ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റേതാണ് മാനദണ്ഡങ്ങൾ. അതുപോലെ കേരള മെഡിക്കൽ കോളേജ് സംബന്ധിച്ച പാലക്കാട് കേരള മെഡിക്കൽ കോളേജ് സംബന്ധിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു വിധിയുണ്ട്. ആ വിധിയിൽ 2021 റിട്ട് പെറ്റീഷൻ നമ്പർ 18834 അതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്രകാരമാണ് പരാമർശിച്ചിട്ടുള്ളത്. സച്ച് ആൻ എക്സസൈസ് എന്ന് പറയുന്നത് ഇഷ്യൂയിങ് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിനെ കുറിച്ച്. സച്ച് ആൻ എക്സസൈസ് കനോട്ട് ബി ടേക്കൻ ലൈറ്റ്ലി, നോർ ക്യാൻ ദ അണ്ടർടേക്കിംഗ് ഗിവൺ ബി അലൌഡ് ടു ബി വാട്ടേർഡ് ഡൌൺ. The government has had issued the essentiality certificate regarding the desirability and feasibility of having the proposed college at the proposed location, and also certifying that it had the necessary infrastructure to set up a new medical college. A certificate constitutes a solemn statement by an authority certifying certain conditions of things on which persons can act and assume that the certifying authority will indemnify in the case of an eventuality mentioned therein. ഇത് തന്നെ അഞ്ചരക്കണ്ടിയുടെ കേസിൽ പറഞ്ഞിട്ടുണ്ട് കോടതി, സുപ്രീം കോടതിയിൽ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിന്റെ ചുരുക്കം
ഒരു എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് ഗവൺമെന്റിന് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറിയോ എഴുതുന്നത് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ക്ലാസ് മുറികൾ, ലാബ്, ക്ലിനിക്കൽ മെറ്റീരിയൽ ഇതെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് എഴുതി സർട്ടിഫൈഡാണ് കൊടുക്കുന്നത്. അങ്ങനെ അത് കൊടുക്കുന്നത് എങ്ങനെയാണ്? നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ മാനദണ്ഡമാണ്. ഇനി അങ്ങനെ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും പറഞ്ഞിരിക്കുന്നതാണ്, ഈ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. അത് ഉറപ്പാക്കി ഇല്ലെങ്കിൽ പിന്നീട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നുള്ളതാണ്. നമുക്കൊരു അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജ് 2015 അന്നത്തെ UDF സർക്കാരിന്റെ കാലത്ത് അനുവദിക്കപ്പെട്ടു. അവിടെ 50 കുട്ടികളെ പ്രവേശിപ്പിച്ചു. പക്ഷെ പിന്നീട് 2016 നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പരിശോധനയിൽ അവിടെ ആവശ്യമായ സൗകര്യങ്ങളില്ല എന്നുള്ളത് കണ്ടെത്തി. പിന്നീട് ആ കുട്ടികൾ ആശങ്കാകുലരായി, മാതാപിതാക്കൾ ആശങ്കാകുലരായി. ആ കുട്ടികളെ മറ്റ് സർക്കാർ മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റി പഠിപ്പിച്ചു. പ്രൈവറ്റ് സ്ഥാപനത്തിലുണ്ടായിട്ടുണ്ട് അഞ്ചരക്കണ്ടിയുടെ കേസ്. അപ്പൊ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കോടതി സ്റ്റേറ്റിനോട് പറഞ്ഞു, നിങ്ങൾ ഇഷ്യൂ ചെയ്തത് നിങ്ങളാണ് എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ്, അപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇവരെ പഠിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ സ്റ്റൈപ്പൻഡ് കൊടുത്തിട്ട് പഠിപ്പിച്ചു. സ്റ്റൈപ്പൻഡ് കൊടുത്ത് പഠിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് നിങ്ങൾക്ക് ഇവരിൽ നിന്ന് റിക്കവർ ചെയ്യാം, ജപ്തി നടപടികൾ സ്വീകരിച്ചുകൊണ്ട് റിക്കവർ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മുടെ കാര്യം, ഇപ്പൊ ESIയുടെ കയ്യിലുണ്ടായിരുന്ന ആശുപത്രിയാണ് പാരിപ്പള്ളിയിലെ ആശുപത്രി. 10 വർഷം മുൻപ് അവർക്കൊരു മെഡിക്കൽ കോളേജ് നടത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ആ കത്തിനകത്ത്, കത്ത് രേഖകൾ പരിശോധിക്കുമ്പോൾ കാണുന്നു, ഇറ്റ്സ് ബെറ്റർ ടു ഹാൻഡ് ഓവർ ദിസ് ടു ദ സ്റ്റേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നതിനകത്ത് അങ്ങനെയാണ് അതിൽ കാണുന്നത്. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ പാരിപ്പള്ളിയിൽ 110 കുട്ടികളാണ് പഠിക്കുന്നത്. ആ 110 കുട്ടികളിൽ ESIയിലെ കാർഡ് ഹോൾഡേഴ്സ് ആയിട്ടുള്ളവരുടെ മക്കൾക്കാണ് 35% കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് അവിടെ പഠിക്കുന്നത്. ഇതിലൊറ്റ കാര്യമുള്ളൂ, അതായത് ഇതില് നമുക്ക് ആ കുഞ്ഞുങ്ങളുടെ ഭാവി അപകടത്തിലാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അടിസ്ഥാന സൗകര്യം ഒരുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവി അപകടത്തിലാകരുത് ഒരു കാരണവശാലും. ഇപ്പോൾ ഇവിടുത്തെ റെക്കഗ്നീഷൻ, അംഗീകാരം നഷ്ടമായാൽ അവരെവിടെ പോയി പഠിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ സ്റ്റേറ്റ് ആവശ്യപ്പെട്ടത് ഇത് റിജക്ട് ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് വന്ന തീയതികളെ സംബന്ധിച്ച് പറഞ്ഞു. ഞാൻ അവിടെ വെച്ച് അവരുടെ പരിശോധന നടന്ന സമയമേ പറഞ്ഞുള്ളൂ. 19/1/2026 ഇൻസ്പെക്ഷൻ നടത്തി. 23-ാം തീയതി, അതായത് 22/1/26 രാത്രി 10:20 DMEയുടെ റിപ്പോർട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ലഭ്യമാകുന്നത്. ഇതെല്ലാം അപ്പോൾ നമ്മൾ നോക്കിയാൽ ഒരു 7 ജനുവരിയിൽ തുടങ്ങിയ നടപടികളാണ്. അന്നാണ് ആദ്യമായിട്ട് സർക്കാരിലേക്ക് അപേക്ഷ ലഭിക്കുന്നത്. നേരിട്ടാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അപേക്ഷ ലഭിച്ചിട്ടുള്ളത്. അപ്പൊ DMEയുടെ റിപ്പോർട്ടിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. DMEയുടെ റിപ്പോർട്ടിലുള്ളത് ഒരു അടിസ്ഥാന സൗകര്യവും അവിടെ ഇല്ല എന്നുള്ളതാണ്. ഗവൺമെന്റ് അല്ല, ഡോക്ടേഴ്സ് പോയി പരിശോധിച്ചിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. 23/1/2000 അതിനുശേഷമാണ് നമ്മളിലേക്ക് എത്തപ്പെടുന്നത്. ഈ റിപ്പോർട്ട് സഹിതമാണ്. 23/2/2026 ഞാൻ ഈ ഫയൽ കണ്ടിട്ട് തിരിച്ചു കൊടുത്തു. അതിനകത്ത് എഴുതിയിരുന്നത് NMCയുടെ നിബന്ധനകൾ അനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് വേണമെങ്കിൽ ഒരു സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല എന്ന് ഉള്ളതുകൊണ്ട് ഔട്ട്റൈറ്റ് ആയിട്ട് റിജക്ട് ചെയ്യായിരുന്നല്ലോ. റിജക്ട് ചെയ്തില്ല, വീണ്ടും പരിശോധിച്ച് സമർപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 26/1/2026 എന്റെ നിർദ്ദേശപ്രകാരം ESICക്ക് കത്ത് നൽകി. അതിന് ശേഷം 27/1/2026 ഒരു റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് കിട്ടിയില്ല. അതിൽ ഒരു ഡോക്യുമെന്റ്സും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ മേജർ ഡീൻ ഒരു കത്ത് നൽകി, ഇത് ഒരുക്കും എന്ന് പറഞ്ഞിട്ടൊരു കത്ത് നൽകി. അത് കൂടാതെ അപ്പൊ വീണ്ടും ഫയൽ വന്നു. അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം ഫയൽ വന്നു. അപ്പോൾ ഈ സൗകര്യങ്ങൾ ഒരു പ്ലാനെങ്കിലും നമുക്ക് വേണമല്ലോ. അപ്പൊ 28/1/2026 ഇത് ലഭ്യമാക്കുന്നതിന് വീണ്ടും നൽകി. അപ്പോഴും റിജക്ട് ചെയ്തില്ല. അങ്ങനെ നമ്മൾ സർക്കാരില് 3/2/2026 സെഷനിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് 3/2/2026 ആണ് ESIC ഡയറക്ടർ ജനറലിന്റെ ഒരു
കത്ത് പിന്നീട് കിട്ടുന്നത്. 31/2026 12/18 ഈ ഫയലാണല്ലോ. 31/1/2026 12/18 എനിക്ക് ഈ ഫയല് ലഭ്യമാകുന്നുണ്ട്. അപ്പൊ എനിക്ക് ലഭിച്ച ഈ ഫയലിൽ ഞാൻ റിജക്ട് ചെയ്തിട്ടില്ല, സർക്കാർ റിജക്ട് ചെയ്തിട്ടില്ല. ഇതില് DMAയുടെ ടീം നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഈ കണ്ടെത്തിയ ന്യൂനതകൾ, അത് ലാൻഡ് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്, ഫാക്കൽറ്റി ഉണ്ട്, അധ്യാപകരുണ്ട്, ക്ലിനിക്കൽ സൗകര്യങ്ങളുണ്ട്, ലാബുണ്ട്, മറ്റ് സൗകര്യങ്ങളെല്ലാം തന്നെ ഒരു മെഡിക്കൽ കോളേജിന് ആവശ്യമായിട്ടുള്ളത്, അത് ആ ന്യൂനതകൾ പരിഹരിക്കുന്നതിനുള്ള ഒരു പ്ലാൻ നൽകാനാണ് വാസ്തവത്തിൽ പറഞ്ഞത്. സാധാരണ ഒരു ആശുപത്രിക്കാണെങ്കിൽ, ഇപ്പോൾ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വീണ്ടും പരിശോധന നടത്തി അവരൊരു റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് തരും, അതിൽ പരിശോധന നടത്തി അത് റെക്ടിഫൈഡ് ആണ് എന്നുള്ളത് കണ്ടെത്തും. പക്ഷെ ഇത് അങ്ങനെ ഇത് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് നൽകാനായിട്ട് പറഞ്ഞു. പക്ഷെ നമുക്കത് കിട്ടിയിട്ടില്ല. ഇപ്പോഴും ആ ന്യൂനതകൾ പരിഹരിച്ച് നമുക്കൊരു റിപ്പോർട്ട് നൽകിയാൽ, ഇപ്പോൾ സെപ്റ്റംബറിൽ ലഭിക്കേണ്ട അപേക്ഷ നമുക്ക് എന്ന് വെച്ചാൽ 2026 മെഡിക്കൽ വിദ്യാഭ്യാസ ക്ലാസ്സിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകേണ്ടത് പുതിയ സ്ഥാപനങ്ങൾ 2025 സെപ്റ്റംബറിൽ മുൻപാണ്. പക്ഷെ എന്നിട്ടും ഈ മാസം 7-ാം തീയതി ലഭിച്ചത് സ്വീകരിച്ച് ഇത്ര പെട്ടെന്ന് അവിടെ പരിശോധന നടത്തി മറ്റു കാര്യങ്ങൾ സ്വീകരിച്ചു. ഇപ്പോൾ റിജക്ട് ചെയ്തിട്ടില്ല. റിജക്ട് ചെയ്തു എന്നുള്ളത് തെറ്റായ പ്രചരണമാണ്. അത് കേരളത്തിൽ എയിംസ് ലഭിക്കാത്തതുകൊണ്ട് അത് ആ ഒരു നടപടിയെ വെള്ളപൂശുന്നതിന് വേണ്ടിയിട്ടാണ് റിജക്ട് ചെയ്തു എന്ന പ്രചരണം നടത്തുന്നത്. ആർക്കു വേണമെങ്കിലും വിവരാവകാശ പ്രകാരം ഇതെല്ലാം എടുത്ത് പരിശോധിക്കാം കേട്ടോ. ഞാൻ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന്, ഈ റിപ്പോർട്ട് ഇങ്ങനെയാണോ എന്നുള്ളത്, DMA നൽകിയ റിപ്പോർട്ട് ഇങ്ങനെയാണോ എന്നുള്ളത്, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഇല്ല എന്നുള്ളത് വിവരാവകാശ പ്രകാരം ആർക്കു വേണമെങ്കിലും പരിശോധിക്കാം കേട്ടോ. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ ഇന്ന് ഇതിന്റെ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് കിട്ടിയാലും അത് ശരിയായിട്ടാണ് എന്നുള്ളത് കണ്ടാൽ, അതിന്റെ ഒരു പ്ലാൻ കിട്ടിയാൽ അതിൽ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ഒരു തടസ്സവുമില്ല. അല്ലെങ്കിൽ ഇതേ ആളുകൾ പിന്നീട് പറയും, എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ട് പിന്നീട് ഈ കുട്ടികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുമ്പോൾ ഇവർ പറയാൻ പോകുന്നത് എന്താ അറിയോ? സ്റ്റേറ്റ് ഗവൺമെന്റ് അന്ന് എസൻഷ്യാലിറ്റി കൊടുത്തില്ലേ, സ്റ്റേറ്റ് ഗവൺമെന്റ് അന്ന് ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ നമുക്ക് കേന്ദ്ര മന്ത്രാലയത്തിൽ നിന്ന് ഒരു കത്തും അതിൽ കിട്ടിയിട്ടില്ല. ESI ഡയറക്ടറുടെ അതാണ് കിട്ടിയിട്ടുള്ളത്. മന്ത്രാലയത്തിൽ നിന്നൊരു ഇത് ഈ നിലയിൽ കൊടുക്കണമെന്നുള്ള ഒരു ഇതോ എന്ത് വന്നാലും അങ്ങനെ നമുക്ക് വന്നിട്ടില്ല. അപ്പൊ അത് വന്നാൽ തീർച്ചയായിട്ടും ആ നിലയിൽ ഗവൺമെന്റിന്റേത് എന്നുള്ള നിലയിൽ ആ നിലയിൽ തന്നെ പരിഗണിക്കും. അപ്പൊ ഈ സർക്കാരിന്റെ ഘട്ടത്തിൽ തന്നെ നമ്മൾ 4 പുതിയ മെഡിക്കൽ കോളേജുകൾ, ഒരാളുടെ സഹായം നമുക്കുണ്ടായില്ല. പുതിയ കോന്നിയിലും ഇടുക്കിയിലും വയനാടും കാസർഗോഡും നമുക്ക് പുതിയ മെഡിക്കൽ കോളേജുകളും എല്ലാ ജില്ലകളിലും ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളും നമുക്ക് സ്ഥാപിക്കാം. 7 പുതുതായിട്ട് നമ്മൾ സ്ഥാപിച്ചത്. അപ്പോ ഇന്ന് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് കിട്ടിയാലും ഗവൺമെന്റിന് അതിൽ പോസിറ്റീവായിട്ടുള്ള, ഇവർ പറയുന്നൊന്നും കേൾക്കുന്നില്ല, ഇവര് പറഞ്ഞോട്ടെ, അതൊക്കെ അവരുടെ താല്പര്യങ്ങൾ ഉണ്ടാകും, അതൊന്നും ഗവൺമെന്റിന്റെ വിഷയമല്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നാഷണൽ മെഡിക്കൽ കമ്മീഷനാണ് ചില മാനദണ്ഡങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആ മാനദണ്ഡങ്ങളിൽ ഭൂമിയുണ്ട്. ഈ കുഞ്ഞുങ്ങൾ പഠിക്കാൻ അവിടെ ചെന്നാൽ അവിടെ തുടങ്ങി അവരുടെ അംഗീകാരം നഷ്ടപ്പെട്ടാൽ അവരുടെ ഭാവി അനിശ്ചിതത്തിലായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് ഇപ്പോൾ തന്നെ അവരത് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റിയുടെ ഉത്തരവാദിത്തമാണ് ഇത് എന്നുള്ളത് ഞാൻ ഇവിടെ ഉദ്ധരിച്ച ഹൈക്കോടതി വിധിയുടെ ഭാഗമാണ് ഞാനിവിടെ പറഞ്ഞത്. കേരള മെഡിക്കൽ കോളേജിന്റെ കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുടെ ഭാഗമാണ് ഞാൻ വായിച്ചത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അഞ്ചരക്കണ്ടി കേസ് ഉൾപ്പെടെയുള്ളവ നമ്മുടെ മുന്നിലുണ്ട്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ കുട്ടികളെ മറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റി പഠിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവി അപകടത്തിലാകാനായിട്ട് പാടില്ല. ഇന്ന് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് തന്നാലും അത് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിനുള്ള തുറന്ന സമീപനമാണ് ഗവൺമെന്റിനുള്ളത്. ബാക്കി ആരും അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ പറയുന്നതാണ്. കുഞ്ഞുങ്ങളുടെ ഭാവി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നിലവിൽ പാരിപ്പള്ളിയിൽ നമ്മൾ 35% ESI കാർഡ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള അവരുടെ കുഞ്ഞുങ്ങളാണ് അവിടെ പഠിക്കുന്നത്. 35% 35%. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനം അവിടെ വരുന്നതിന് ആവശ്യമായിട്ടുള്ള ഭൂമി പ്രധാനം, കെട്ടിടം, അക്കാഡമിക് ബ്ലോക്ക്, ക്ലാസ് റൂംസ്, ലാബുകൾ, ക്ലിനിക്കൽ മെറ്റീരിയൽ തന്നെ ആവശ്യം.